എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം ഇതുവരെ സെക്സിന് സാധിച്ചിട്ടില്ല. പരിഹാരം എന്തെങ്കിലുമുണ്ട്? ഈ സംശയത്തിന് ഉത്തരവുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സെക്സിനെ കുറിച്ച് പലർക്കും നിരവധി സംശയങ്ങളുണ്ട്. അതിലൊരു സംശയവും അതിന് ഡോക്ടർ നൽകിയ ഒരു മറുപടിയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ 30 വയസ്സുള്ള വിവാഹിതനാണ്. ഭാര്യയ്ക്ക് 26 വയസ്സ്. വിവാഹിതരായിട്ട് 2 മാസമായി. ഇതുവരെ ശരിയായ വിധത്തിൽ ലൈംഗിക ബന്ധത്തിന് സാധിച്ചിട്ടില്ല. ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ ഭാര്യയ്ക്ക് കടുത്ത വേദന അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ടാണ്? ചികിത്സ ഇതിനു വേണ്ടി വരുമോ എന്ന്. വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ ചില സ്ത്രീകൾക്ക് ലൈംഗിക വീഴ്ച സമയത്ത് വേദന അനുഭവപ്പെടാം. ഇതിനെ ഡിസ്പെറോണിയ എന്ന് പറയും. ഇതിന് കാരണങ്ങൾ പലതാണ്. യോനിയിൽ മുറുക്കം കൂടുന്നതും വേണ്ടത്ര ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുന്നതുമാണ് പ്രധാന കാരണം. പുരുഷന് ലൈംഗിക ഉദ്ധാരണം എന്നതുപോലെ സ്ത്രീക്ക് യോനിയിൽ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിലേ വീഴ്ച സുഖകരമാവുകയുള്ളൂ. ഇതിന് ലൈംഗിക വികാരവും ഉത്തേജനവും ആവശ്യമാണ്. ലൈംഗിക വീഴ്ചയുടെ പ്രാരംഭഘട്ടമായ ഫോർപ്ലേയിലാണ് ഈ ഉത്തേജനം സംഭവിക്കുന്നത്. പ്രാരംഭ ലീലകളിൽ വേണ്ട പോലെ ഇടപെടാതെ ധൃതിയിൽ ബന്ധപ്പെടുമ്പോൾ പലർക്കും ഈ അനുഭവം ഉണ്ടാകാം. ഉത്തേജനവും വികാരവും കുറവുണ്ടാകുമ്പോഴും മനസ്സിൽ ഉത്കണ്ഠയുണ്ടാകുമ്പോഴും യോനിയിൽ വരൾച്ച അനുഭവപ്പെടാം. ഇത് മറികടക്കാൻ വഴുവഴുപ്പുള്ള ക്രീമുകൾ വീഴ്ചയ്ക്ക് മുൻപ് ഉപയോഗിക്കാവുന്നതാണ്. ലൈംഗിക വീഴ്ചയെക്കുറിച്ചുള്ള അമിത ഉത്കണ്ഠയും ഭയവും കുറ്റബോധവും മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥകളിൽ യോനിയിലെ പേശികൾ അമിതമായി മുറുകുന്നു. വീഴ്ച തുടങ്ങുമ്പോൾ വേദന അനുഭവപ്പെടുന്നു. ഇങ്ങനെയല്ലാതെ ശാരീരിക കാരണങ്ങൾ കൊണ്ടും വേദനയുണ്ടാകാം. മൂത്രാശയത്തിലെ കുഴപ്പങ്ങൾ, യോനിയിലെ പൂപ്പൽ ബാധയോ അണുബാധയോ കാരണം വീഴ്ച സമയത്ത് വേദനയും പുകച്ചിലും അനുഭവപ്പെടാം. ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടുക. ശാരീരികമായ കാരണങ്ങൾ ഒന്നുമില്ല എങ്കിൽ ഉത്കണ്ഠ കുറയ്ക്കുവാനും ലൂബ്രിക്കേഷൻ ലഭിക്കുവാനും ശ്രമിച്ചാൽ മതി. ദമ്പതിമാർ പരസ്പരം മനസ്സിലാക്കി ശാരീരികമായ അടുപ്പം കൂടി വരുമ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ പതുക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.